ദൈവവചനം സംസാരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ദയവായി നമ്മുടെ വിശുദ്ധ വേദപുസ്തകം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം 8-ാം വാക്യം വായിപ്പാൻ തക്കോണം താല്പര്യപ്പെടുന്നു. The book of Revelation chapter 19 verses 7, 8 and 9 please. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി സ്തോത്രം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ വചനം കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുന്നതോടൊപ്പം വിവിധ മാധ്യമങ്ങളിൽ കൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും സഭയായിട്ടും എല്ലാം വളരെ അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. സകല മാനവും മഹത്വവും പുകഴ്ചയും യേശു കർത്താവിന്. ആമേൻ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം വിശേഷിച്ച് 12 ഭാഗങ്ങളായിട്ട് തിരിച്ചു പഠിച്ചാൽ അല്പം കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഞാൻ പല പ്രാവശ്യം ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ഭൃത്യൻ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും വളരെ ആധികാരികമായി സംസാരിച്ചിട്ടുള്ളത് കേൾക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വളരെയധികം ദൈവവചനം കേട്ടിട്ടുള്ള ഒരു ഭാഗമാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് തന്നെ ഈ വചനം സംസാരിക്കുമ്പോൾ നിങ്ങൾക്കിതൊരു അയവിറക്കുന്നത് പോലെ വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോൾ ഗുണകരമായ രീതിയിൽ ഇത് ഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ദ ഐഡൻറ്റിറ്റി ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തു മാനുഷികമായ രീതിയിൽ ആളുകൾ വരച്ച് കാണിച്ചിട്ടുള്ളതാകുന്ന ആ ഒരു രൂപത്തേക്കാൾ അപ്പുറത്തായിട്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നവർ തത്വത്തിൻ്റെ മുദ്രയായും ദൈവത്തിൻ്റെ പ്രതിരൂപമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആളത്വം, യേശു ക്രിസ്തുവിൻ്റെ ആ ഐഡൻറ്റിഫിക്കേഷൻ, തിരിച്ചറിയൽ എന്ന് പറയുന്നതാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 2, 3, 4 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആരംഭിച്ചതായ സഭ 2000 വർഷങ്ങൾ കൊണ്ട് ഏതെല്ലാം കാലഘട്ടത്തിൽ ഏതെല്ലാം അനുഭവങ്ങളിൽ കൂടി കടന്നുപോയി എന്നുള്ളതിനെപ്പറ്റി വിശദീകരിക്കുവാനായി 7 സഭകളെ എടുത്തു കാണിച്ചുകൊണ്ട് ആ സഭകളിൽ കൂടി കഴിഞ്ഞ 2000 വർഷത്തെ സഭയുടെ ചരിത്രത്തെ വിശദീകരിക്കുന്നതായിട്ടുള്ള സഭ, കർത്താവിൻ്റെ സഭ എന്നുള്ളതാണ് 2, 3, 4 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ദൂത സഞ്ചയങ്ങൾ, തൻ്റെ ശുശ്രൂഷ വൃന്ദത്തെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. 4 ജീവികൾ, 24 മൂപ്പന്മാർ, സാറാഫുകൾ, കെരൂബുകൾ, കർത്താവിനെ സിംഹാസനത്തിൽ ഇരിക്കുന്നതായ ദൈവത്തെ, പുത്രനായ ക്രിസ്തുവിനെ അവരുടെ കിരീടങ്ങളെ താഴ്ത്തി വെച്ച് ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുന്ന രംഗമാണ്. ദൂതസഞ്ചയങ്ങൾ, അത് ശുശ്രൂഷാ വൃന്ദത്തെയാണ് 5-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. 6-ാം അധ്യായം തൊട്ട് 18-ാം അധ്യായം വരെ എന്നുള്ളത് കർത്താവിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. ആ ന്യായവിധി എന്ന് പറയുമ്പോൾ തന്നെ 2 പ്രത്യേക രീതിയിൽ കാണുവാൻ തക്കോണം കഴിയും. 7 വർഷം ഈ ഭൂമിയിൽ നടക്കുന്ന മഹോദ്രവ കാലത്തെ സംഭവങ്ങളെക്കുറിച്ച്, അതിൽ ദൈവത്തിൻ്റെ ക്രോധകലശം തുറക്കുമ്പോൾ മനുഷ്യർക്ക് സംഭവിക്കുവാൻ പോകുന്ന ഇവിടെയുള്ള അതേ മുദ്രയേറ്റവർക്കും ആ 7 വർഷത്തെ മഹോദ്രവ കാലത്ത് ഭൂമിയിലുള്ളവർക്കും സംഭവിക്കുവാൻ പോകുന്ന ഉപദ്രവങ്ങളെക്കുറിച്ച്, ദൈവം അയക്കുന്ന ന്യായവിധിയെക്കുറിച്ച് ആണ് അവിടെ വിശേഷിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനും പ്രത്യേകിച്ച് അതിനെ 3ആയിട്ട് തിരിച്ചിട്ട് മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം എന്നുള്ളത് സിനാപ്റ്റിക് ഗോസ്പൽസ് ആയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ആ സുവിശേഷത്തെ 3 ആംഗിൾ നിന്നുകൊണ്ട്, 3 പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കുന്നതാണല്ലോ സിനാപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയുന്നത് പോലെ. ഒരേ ഇൻസിഡൻറ്റ് 7 വർഷക്കാലത്തും വിശേഷിച്ച് അവസാനത്തെ 3.5 വർഷക്കാലം ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന മഹോദ്രവത്തിൻ്റെ കഠോരതയെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുവാനായിട്ട് 7 ആദ്യമായിട്ട് മുദ്രകൾ, 7 സീലുകൾ എടുത്തിട്ട് ആ ഒരു ചുരുള് അല്ലെങ്കിൽ പുസ്തകം
യോഹന്നാൻ കാണുകയാണ്. ആ പുസ്തകം ആദ്യമായിട്ട് ആര് പൊട്ടിക്കുമെന്നുള്ള ചോദ്യത്തിൻ്റെ മുൻപിൽ അതാ കുഞ്ഞാട് മുമ്പോട്ട് കടന്നു വന്നിട്ട് ആ ചുരുള് കയ്യിലെടുത്തും ആദ്യത്തെ ആ സീല് പൊട്ടിച്ചു, മുദ്ര പൊട്ടിക്കുകയാണ്. അങ്ങനെ 7 മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഓരോ രംഗവും യോഹന്നാൻ കാണുകയാണ് ഈ ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന മഹോദരകാലത്തെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച്. അങ്ങനെ 7 സീലുകൾ, 7 മുദ്രകൾ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് 7 ട്രംപറ്റ്, 7 കാഹളങ്ങൾ ഊതുന്നു. 7 കാഹളങ്ങൾ ഊതുമ്പോൾ അത് സംഭവിക്കുന്നതും മറ്റൊരു ആംഗിളിൽ കൂടി കാണുന്നു. അതിന് ശേഷം 7 ബൗൾസ്, 7 ക്രോധ കലശങ്ങൾ അല്ലെങ്കിൽ 7 പാത്രങ്ങൾ, ആ പാത്രങ്ങളിൽ കൂടെയും ദൈവത്തിൻ്റെ ക്രോധം ഈ ഭൂമിയിലേക്ക് ഒഴിക്കുന്നു. അങ്ങനെ 3 രീതിയിൽ 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധ കലശങ്ങൾ. ഹല്ലേലൂയ. അതിൽ കൂടെ ഈ ഭൂമിയിൽ നടക്കുന്നതാകുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയാണ് 6-ാം അധ്യായം തൊട്ട് 16-ാം അധ്യായം വരെ വിശദീകരിച്ചിരിക്കുന്നത്. 17-ഉം 18-ഉം അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ബിംബത്തോട് മർമ്മം മഹതിയാം ബാബിലോൺ എന്ന് പറയുന്ന വേശ്യാവൃത്തി ചെയ്യിപ്പിച്ചു കൊണ്ടിരുന്നതാകുന്ന ആ ഒരു പൈശാചിക തൃത്വത്തെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അതിനെ ന്യായം വിധിക്കുന്ന രംഗങ്ങളാണ് 16, 17, 18 അധ്യായങ്ങളിലും 19-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. 3 രീതിയിലാണ് പൈശാചിക തൃത്വത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്നാമത്തെ തൃത്വം എന്ന് പറയുന്നത് മൃഗമാണ്. മൃഗം, ദ ബീസ്റ്റ്. ആ ബീസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത് നമുക്കറിയാം, വെള്ളത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നതായിട്ടുള്ള ഒരു ബീസ്റ്റിനെ, വലിയ ഒരു വെള്ളത്തിൻ്റെ നടുവിൽ നിന്നും ഒരു മൃഗം പൊങ്ങി വരുന്നതായിട്ട് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ആ മൃഗം ആരാണെന്ന് ചോദിച്ചാൽ അവതാരം എടുത്തുകൊണ്ട് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന കള്ളക്രിസ്തുവാകുന്ന അന്ത്യക്രിസ്തുവാണ് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തെ ഞായറാഴ്ച രാവിലെ ദൈവദാസ നിങ്ങൾ പഠിപ്പിക്കാൻ നോക്കിയാൽ അതൊന്നും പറ്റുന്ന കാര്യമല്ല എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിലും ഞാനിതിൻ്റെ ഇതിൻ്റെ ആ ഉപക്രമം, ഇതിൻ്റെ സാരാംശം, ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ മാത്രം പറഞ്ഞിട്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതിലേക്ക് കയറണമെന്ന് വളരെ താല്പര്യമുള്ളത് കൊണ്ടാണ് വേഗത്തിൽ ഞാൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് കടന്നു വന്ന ഒരാൾ ഇത്രയും മലയാളം വേഗത്തിൽ പറഞ്ഞു വിടുന്നത് കൊണ്ട് നിങ്ങൾ അശ്രദ്ധരായിട്ടിരിക്കുന്നില്ല എന്ന ഓർത്തിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ലളിതമായ ഭാഷയിലാണല്ലോ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ 17, 18 അധ്യായങ്ങളിൽ കാണുന്നതാകുന്ന 3 പൈശാചിക തൃത്വത്തിൻ്റെ ഒന്നാമത്തതെന്ന് പറയുന്നത് കള്ളക്രിസ്തുവാണ്. അവതാരം എടുത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ 3.5 വർഷക്കാലം ചെയ്തതുപോലെ 3.5 വർഷക്കാലം അന്ത്യക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്യുന്നതാകുന്ന തൻ്റെ പ്രവൃത്തിക്ക് അവസാനമായിട്ട് മൃഗത്തെ ദൈവം എന്തു ചെയ്യും? വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവനെ ആളി കത്തുന്നതാകുന്ന, ഒഴുകിക്കൊണ്ടിരിക്കുന്നതാകുന്ന തീപ്പയിലേക്ക്, പുഴു കെടാത്തതാകുന്ന തീ പുഴു ചാകാത്തതാകുന്ന, തീ കെടാത്തതാകുന്ന നിത്യ അഗ്നിയിലേക്ക് അവനെ ഇടും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് കള്ളപ്രവാചകൻ എന്ന് പറയുന്നത്. ആരാണ് കള്ളപ്രവാചകൻ? എന്തിനാണ് കള്ളപ്രവാചകൻ വരുന്നത് എന്ന് ചോദിച്ചാൽ മഹോദ്രവ കാലത്ത് 1260 വർഷം ദിവസങ്ങൾ അഥവാ 42 മാസം 3.5 വർഷക്കാലം ഇവിടെ ശുശ്രൂഷിക്കുവാനായി 2 പ്രവാചകന്മാർ വരും. ഞാനത് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഏലിയാവും മോശയുമായിരിക്കും. അപ്പോൾ ആ 3.5 വർഷക്കാലം ഇവിടെ കടന്നു വന്ന് അവർ കർത്താവിനെ കുറിച്ചുള്ളതാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വചനം പ്രസംഗിക്കുമ്പോൾ ആയിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലായിട്ട് കർത്താവിനെ കുറിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ അവർ പ്രവചിക്കുന്ന പ്രവചനത്തെ തുച്ഛീകരിച്ചുകൊണ്ട് അതിന് വിപരീതമായ രീതിയിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് ആളത്വത്തിൽ ഇന്ന് ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് പോലെ ആ കള്ളപ്രവാചകൻ വന്ന് ദുരാത്മാവിൻ്റെയും അശുദ്ധാത്മാവിൻ്റെയും വ്യാജാത്മാവിൻ്റെയും ശക്തിയിൽ ഈ പ്രവചനത്തെ തുച്ഛീകരിച്ച് തെറ്റിച്ച് കളഞ്ഞിട്ട് വീണ്ടും ജനത്തെ ദൈവത്തിലേക്ക് അടുക്കുവാൻ അനുവദിക്കാതെ പ്രേരിപ്പിക്കുന്ന രണ്ടാമത്തെ അവതാരമാണ് കള്ളപ്രവാചകന്റെ അവതാരം. ആ കള്ളപ്രവാചകനെയും 1000 ആണ്ട് 1000 ആണ്ടിന് മുമ്പ് അവനെ ആളിക്കത്തുന്ന നിത്യ
അഗ്നിയിലേക്ക് തള്ളിയിടും. ദൈവത്തിന് സ്തോത്രം. 20-ാം അധ്യായം തുറക്കുന്നത് 1000 വർഷത്തേക്ക് മൂന്നാമത്തെ പൈശാചിക തൃത്വത്തിലെ മൂന്നാമതായിരിക്കുന്ന പഴയ പാമ്പാകുന്ന ആ മഹാസർപ്പത്തെ പിടിച്ചു കെട്ടി അവനെ 1000 ആണ്ടത്തേക്ക് അഗാധ കൂപത്തിലേക്ക് ചങ്ങലയിൽ തുളയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു ചെയ്യുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചാണ് 18, 19 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അടുത്തതായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ആ വലിയ യോഗ്യതയെ കുറിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അറുക്കപ്പെട്ട കുഞ്ഞാട് ഈ ഭൂമിയിൽ നിത്യ ന്യായവിധി തന്റെ ക്രോധകലശത്തെ തുറത്ത് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്റെ വരവിൻ പ്രത്യാശയിൽ കാത്തിരിക്കുന്ന വിശുദ്ധ ജനത്തെ ഒരുക്കുവാനായി ചൊരിഞ്ഞ രക്തത്തിന്റെ ശക്തിയെയും നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ഇന്ന് പകൽക്കാലം വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള ഒരു പഠനത്തെക്കാൾ വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ പ്രത്യക്ഷപ്പെടുന്ന ദിവ്യ ശക്തി ഓരോ വ്യക്തികളിലേക്കും ശക്തമായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആരാധന കഴിയുമ്പോൾ ഹല്ലേലൂയ കാലങ്ങളായി ജനങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വിടുതലിന്റെ സമാപ്തിയിലേക്ക് ഈ ദിവസങ്ങൾ ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ആളത്തത്തിൽ അനുഭവിക്കുവാൻ പോകുന്നതാണെന്ന് ആത്മാവിൽ എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിന്റെ രക്തം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ചൊരിഞ്ഞതിന്റെ ശക്തി ഇന്നും തീർന്നു പോയിട്ടില്ല. അത് ഇന്നും ഓരോ വ്യക്തികൾക്ക് അതാത് സമയത്ത് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അർഹിക്കുന്ന രീതിയിൽ ആ രക്തത്തിന്റെ ശക്തി ഓരോ വ്യക്തികളിലേക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പിന്നെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവായ ദൈവത്തെക്കുറിച്ചും അവൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുമാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പിതാവായ ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് പിന്നെ നമുക്ക് കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ കുഞ്ഞാടും തൻ്റെ കാന്തയും തനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതാകുന്ന തൻ്റെ മണവാട്ടിയുടെ മനോഹരമായിട്ടുള്ള വിവാഹമാണ്. ദൈവത്തിന് സ്തോത്രം. ആ മനോഹരമായ വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഭൂമിയിലേക്ക് വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം വെള്ളക്കുതിരപ്പുറത്ത് വരുന്നതായ നമ്മുടെ മണവാളൻ അവൻ ജയാളിയായി വന്നിരിക്കുന്നു. സ്തോത്രം. അവനോടൊപ്പം കുതിരപ്പുറത്ത് ഹല്ലേലൂയ തൻ്റെ മണവാട്ടിയും ഈ ഭൂമിയിലേക്ക് വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ തിരുസഭ മണവാട്ടിയായി വരുന്ന ആ സഭയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഹർമഗദോൻ യുദ്ധമാണ്. തൻ്റെ ബാറ്റിലാണ്. യുദ്ധത്തിൽ ദൈവപുത്രനായ ക്രിസ്തു തൻ്റെ വായെ തുറന്ന് തൻ്റെ തീ പുറപ്പെടുവിച്ച് ഹല്ലേലൂയ അന്തിക്രിസ്തുവിനോട് കള്ളപ്രവാചകനോടും ആ വഞ്ചക പാമ്പിനോടും ചേർന്ന് മുദ്രയേറ്റവരുടെ മേൽ അവൻ്റെ വാ തുറന്ന് തീ പുറപ്പെടുവിക്കുകയും അവരെല്ലാവരും അന്ന് അവിടെ കൊല്ലപ്പെടുകയും ചെയ്യുന്നതായ മനോഹരമായ ദൃശ്യമാണ് ഹർമഗദോൻ യുദ്ധം. ദ ബാറ്റിൽ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു പണിയുവാൻ പോകുന്ന മനോഹരമായിട്ടുള്ള ദേവാലയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേവാലയങ്ങൾ പ്രധാനമായിട്ടും 7 നമുക്കറിയാം. സ്തോത്രം. ഒന്നാമത്തെ ആലയം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ മോശയ്ക്ക് ദൈവം കൊടുത്തതായിട്ടുള്ള സമാഗമന കൂടാരം എന്ന് പറയുന്ന ആലയമായിരുന്നു ഒന്നാമത്തെ ആലയം. അതേതാണ്ട് 500-ൽ പരം വർഷങ്ങൾ ഇന്ന് ഭൂമിയിൽ അന്നുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സമാഗമന കൂടാരത്തിലെ ആരാധന 500-ൽ പരം വർഷങ്ങൾ, ഏതാണ്ട് 600ഓളം വർഷങ്ങൾ ഇസ്രായേൽ ജനം സമാഗമന കൂടാരത്തിന്റെ ആരാധന ചടങ്ങിൽ കൂടെ മുന്നോട്ട് പോയിരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ പുത്രനായ ശലോമോൻ കടന്നു വന്ന് ഒരു ആലയം പണിയുവാൻ ദൈവം കൊടുത്ത നിയോഗപ്രകാരം രണ്ടാമതായി പണിഞ്ഞത് ശലോമോന്റെ ആലയമാണ്. നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, ഒരു രാജാവ് ആ ആലയത്തെ ഇടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ ആലയം നെബൂഖദ്നേസർ നശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദാസനായ സെരുബ്ബാബേലിന്റെ ഹൃദയത്തിൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനത്തെ കൊണ്ടൊരു ആലയം പണിയുവാനായി പ്രേരണ കൊടുത്തു. മൂന്നാമതായി പണിഞ്ഞത് സെരുബ്ബാബേൽ പണിഞ്ഞ ആലയമാണ്. ദൈവത്തിന് സ്തോത്രം. എപ്പിപ്പാനസ് എന്ന് പറയുന്ന അന്തിയോക്കസ് എത്തിപ്പാനസ് എന്ന് പറയുന്ന ആ വ്യക്തി ആ
ദേവാലയത്തെ സെരുബ്ബാബേൽ പണിഞ്ഞ ആ ദേവാലയത്തെ നശിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. നാലാമതായി പണിഞ്ഞ ദേവാലയം എന്ന് പറയുന്നത് ഹെരോദ രാജാവ് പണിഞ്ഞ ദേവാലയമാണ്. അതേ സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ സ്തോത്രം, കൈസർ റോമ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കോളനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടം, ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തുന്നുവെങ്കിലും ബ്രിട്ടീഷ് രാജാവും രാജ്ഞിയും ഒക്കെ അത് ഇംഗ്ലണ്ടിൽ തന്നെയായിരുന്നു, ബക്കിംഗ്ഹാം പാലസിൽ തന്നെയായിരുന്നല്ലോ അവർ ഇരുന്നത്. പക്ഷേ ഇന്ത്യയിൽ അവരുടെ കോളനിയുടെ നേതൃത്വം വഹിക്കുവാനായിട്ട് ടെട്രാക്കിനെ ഇടപ്രഭുക്കന്മാരെ ആക്കിയിരുന്നു, ഗവർണേഴ്സിനെ ആക്കിയിരുന്നു എന്ന് പറയുന്നത് പോലെ അന്ന് യഹൂദ ഭരിക്കുവാനായി ആക്കി വെച്ചിരുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമില്ല എങ്കിലും യഹൂദ ഭാഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ 12 ഗോത്രങ്ങൾ ഉള്ളായിരുന്നതിൽ യഹൂദ ഗോത്രവും ബെന്യാമിൻ ഗോത്രവും ഒരുമിച്ച് നിന്ന ഒരു ഗോത്രമായിരുന്നു യഹൂദ ഗോത്രം. ആ ഗോത്രം രാജ്യമായിട്ടില്ല എങ്കിലും ആ ഗോത്രത്തിന്റെ ഗവർണറായിട്ട് പീലാത്തോസിനെ അന്ന് കൈസർ ആക്കുകയുണ്ടായി. അതിനുശേഷം പീലാത്തോസ് ജുഡയെ ഭരിക്കുന്ന സമയം ബാക്കിയുള്ളതാകുന്ന അവരെ അറിഞ്ഞത് ഗലീലാക്കാർ എന്നായിരുന്നു. ഗലീലാക്കാർ എന്ന് പറഞ്ഞാൽ ബാക്കി 10 ഗോത്രത്തിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരായിരുന്നു. സ്തോത്രം. രൂബേൻ, ശിമിയോൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, ഇസാക്കർ, സെബുലൂൻ എന്ന് പറയുന്ന ബാക്കിയുള്ള മനശ്ശെ, യോസേഫിന്റെ ഗോത്രവും എല്ലാം കൂടി ഉള്ളതാകുന്ന ഗോത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്ന ഗലീലാക്കാർ എന്ന് പറയുന്നത്, അവരുടെ ഭരണം നോക്കുവാനായിട്ടായിരുന്നു ഹെരോദാവ് എന്ന് പറയുന്ന ഒരു ചുമപ്പുകാരൻ, അല്ലെങ്കിൽ യേശാവിന്റെ വംശത്തിലുണ്ടായിരുന്ന ഒരാളെ പിടിച്ച്, യഹൂദനല്ലാത്ത ഒരു ഹെരോദാവിനെ പിടിച്ച് അവരുടെ ടെട്രാക്കായി ഇടപ്രഭുവായിട്ട് വെച്ചു. അങ്ങനെയെങ്കിൽ യഹൂദ രാജ്യമില്ല എങ്കിലും യഹൂദന്മാരെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്ന യഹൂദായുടെ ഗവർണറായിട്ട് പീലാത്തോസിനെയും ഗലീലാക്കാരുടെ ഇടപ്രഭുവായിട്ട് ഹെരോദാവിനെയും വെച്ചിരിക്കുന്നു. ഹെരോദാവിന് ഈ യഹൂദന്മാരെ എങ്ങനെയെങ്കിലും കൈക്കലാക്കിക്കൊണ്ട് അവരെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ അവരെ ഭരിക്കുവാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട് യഹൂദന്മാരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി 46 വർഷം എടുത്ത് ഒരു മനോഹരമായിട്ടുള്ള ദേവാലയം അവർ പണിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യഹൂദന്മാർക്ക് വേണ്ടി ഹെരോദാവ് പണിഞ്ഞ ഒരു ദേവാലയത്തിന്റെ സമയത്താണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതാരമെടുത്ത് കടന്നു വരുന്നത്. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ടുന്ന ഈ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി എന്ന് പറഞ്ഞ ആ ആലയമാണ് 4ാമത്തെ ആലയം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. 1ാമത്തെ ആലയം സമാഗമന കൂടാരം, 2ാമത്തത് ശലോമോൻ പണിഞ്ഞ ദേവാലയം, 3ാമത്തത് സെരുബ്ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം പണിഞ്ഞത്, 4ാമത്തത് ഹെരോദാവ് ഇസ്രായേൽ ജനത്തിനു വേണ്ടി പണിഞ്ഞത്, 5ാമത്തതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ 5ാമത്തെ കൂടാരം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് അക്ഷരാർത്ഥമായിട്ടുള്ളതാകുന്ന ഒരു കെട്ടിടമല്ല എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്ന ഈ ആലയത്തെ പണിതിരിക്കുന്നത് ജനകോടികൾ ഈ ആലയത്തിലെ ആരാധനക്കാരായി തീരുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരളവിൽ എൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞാൽ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞതാകുന്ന വിളിച്ചു കൂട്ടപ്പെട്ടിരിക്കുന്ന, കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന എക്ലീസിയ എന്ന് പറയുന്ന വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാകുന്ന ആത്മാക്കളെ കൊണ്ടുള്ളതാകുന്ന ഈ സഭയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന കൊയിനീനിയ ഒരു ഫെലോഷിപ്പിന്റെ ഈ കൂടാരവും ദൈവസഭയ്ക്കകത്ത് ഉൾപ്പെടുന്നതാണ്. ഞാൻ ന്യൂയോർക്കിൽ ശുശ്രൂഷിക്കുന്ന 47 പസഫിക് അവന്യൂവിലുള്ളതാകുന്ന ക്രൈസ്റ്റ് അസംബ്ലി ഓഫ് ഗോഡിന്റെ ബിൽഡിങ്ങും ഇവിടെ ഈ ഹബാൽ, ഈ ബാംഗ്ലൂരിലുള്ളതാകുന്ന ഈ കെട്ടിടവും സ്തോത്രം, ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലുള്ള ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ ഏതെല്ലാം കൂട്ടായ്മ സ്ഥലങ്ങളുണ്ടോ, കൂട്ടായ്മ വ്യക്തിത്വങ്ങളുണ്ടോ, അവരെല്ലാവരും 5ാമത്തെ ദേവാലയത്തിൻ്റെ ഭാഗങ്ങളാണ്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വർണ്ണ, വർഗ, വംശ, ഭാഷ, ജാതി, മത ഭേദമില്ലാത്ത ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഓരോ ജനത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ട് 5ാമത്തെ തിരുസഭ പണിഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞ ആ സഭ ഇന്ന് വരെ പൊളിച്ചിട്ടില്ല. ഒരു വ്യക്തിക്കും പൊളിക്കുവാൻ തക്കവണ്ണം കഴിയത്തുമില്ല. നെബൂഖദ്നേസർ ശലോമോൻ പണിഞ്ഞതിന് പൊളിച്ചു കാണാം. ഹല്ലേലൂയ. സെരുബ്ബാബേൽ പണിഞ്ഞതിന് അന്തിയോക്യസ് എപ്പിഫാനസ് പൊളിച്ചു കാണാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹെരോദാവ് പണിഞ്ഞതിന് തീത്തോസ് 2ാമൻ പൊളിച്ചു കാണാം. എന്നാൽ കർത്താവ് പണിഞ്ഞതിന്
ആർക്കും പൊളിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, പൊളിക്കുവാൻ പറ്റത്തുമില്ല. അതിൻ്റെ അറ്റകുറ്റങ്ങൾ തീർക്കാനായിട്ടാണ് ഞങ്ങളെ പോലെയുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെ കർത്താവ് ആക്കി വച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും 100% പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. പക്ഷേ ക്രിസ്തുവിൽ നിങ്ങളെ തികഞ്ഞവരാക്കുവാൻ ദൈവത്തിൻ്റെ വചനം മായമില്ലാത്ത പാല് ഓരോ ദിവസവും കൊടുത്ത് രക്തത്താൽ ശുദ്ധീകരണം കൊടുത്ത് ഇതിനെ കർത്താവ് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ മെയിൻ്റനൻസ് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവപ്രവർത്തിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം കുറ്റങ്ങൾ ഉള്ളവരായി, ആത്മീകമായിട്ട് വരൾച്ച അനുഭവിക്കുന്നവരായി, ഇന്ന് പകൽക്കാലം ആത്മീകമായി പുരോഗമനങ്ങൾ പ്രാപിക്കുവാൻ കഴിയാത്തവരായി, കൃപകരും കൃപാവരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും പുറപ്പെടുവിക്കുവാൻ കഴിയാത്തവരായി ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ ഇന്ന് പകൽക്കാലം ആരാധനയിൽ സംബന്ധിക്കുന്നുവെങ്കിൽ, ദൈവവചനം കേൾക്കുന്നുവെങ്കിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കുവാൻ, അതെ ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, എഴുന്നേൽക്കുക എന്ന് പറയുന്ന ദൈവശബ്ദം കേട്ടുകൊണ്ട് ആത്മാവിൽ ബലപ്പെടുവാൻ ദൈവ സാന്നിധ്യം സഭയുടെ ശക്തി ഇറങ്ങി വരികയാണ്. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തം അത് തിരുവായി വഴിഞ്ഞ വചനമാണെങ്കിൽ അതിനെ ജയിക്കുവാൻ യാതൊരു ശക്തിക്കും കഴിയത്തില്ല. ആറാമത്തെ ദേവാലയം എന്ന് പറയുന്നത് മഹോദ്രവകാലത്ത് യഹൂദന്മാർ പണിയുന്ന ഒരു ദേവാലയമാണ്. ദൈവത്തിന് സ്തോത്രം. ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുള്ളതാകുന്ന ശക്തിയുമായി, അതേ സ്തോത്രം, അന്തിക്രിസ്തു അതിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുന്ന രീതിയിൽ ആ ദേവാലയത്തെ മാറ്റുമ്പോൾ ഇസ്രായേൽ ജനം കുത്യവെങ്കിലേക്ക് തിരിഞ്ഞു നോക്കി 144,000 പേരെ കർത്താവ് മുദ്രയിട്ട് അവർ 666 മുദ്ര ഏൽക്കാത്തവരായി മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവർ സത്യസുവിശേഷ വാഹികളായി തീർന്ന് കർത്താവിനെ കുറിച്ച് അവർ പറയും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ആ 3.5 വർഷക്കാലം ആലയത്തിനകത്ത് മ്ലേച്ഛത പ്രവർത്തിച്ച് അത് സ്തോത്രം ആ 7 വർഷത്തിന്റെ അവസാന സമയമാകുമ്പോൾ ആ ആലയം ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ അത് ഇല്ലാതെയാകും. കാരണം പിശാച് കയറി മ്ലേച്ഛതയാക്കിയതിന് ദൈവത്തിന് 1000 ആണ്ട് വാഴ്ചയിൽ വേണ്ട 7ാമത്തെ ഒരു ദേവാലയം കർത്താവ് തന്നെ പണിയും. അത് സിയോൻ കുന്നിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. സിയോൻ മലയിൽ സകല ജനത്തിനും ഒരുപോലെ കടന്നു വന്ന് ആരാധിക്കുവാൻ, ഹല്ലേലൂയ, ആരാധനയ്ക്ക് യോഗ്യനായ ശ്രേഷ്ഠ മഹാപുരോഹിതനെ ശ്രേഷ്ഠ മഹാപുരോഹിതനോടൊപ്പം ആരാധിക്കുവാൻ കഴിയുന്ന ഒരു മനോഹര ആലയം 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ദേവാലയത്തെക്കുറിച്ചാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, ഇറങ്ങി വരുന്ന ജനത്തിന് ദൈവം അനേക കിരീടങ്ങളും പ്രതിഫലങ്ങളും കൊടുത്തുകൊണ്ട് റിവാർഡ് സെറിമണി നടക്കുകയാണ്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് ഒരു മനോഹരമായിട്ടുള്ള റിവാർഡ് സെറിമണി നടക്കും. ദൈവത്തിന് സ്തോത്രം. അന്ന് കർത്താവിൻ്റെ വേലയിൽ ഇന്ന് കേട്ടല്ലോ, 1000കണക്കിന് ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ ഒരുക്കി പുറത്തു കൊണ്ടുവന്നതായിട്ടുള്ള ഈ കർത്താവിൻ്റെ ദാസന് കിട്ടുന്ന കിരീടം എന്ന് പറയുന്നത് വലിയ വലിയ കിരീടമായിരിക്കും. ആ കിരീടങ്ങൾ വെറുതെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുവാനായിട്ടില്ല. ആ കിരീടം എന്ന് പറഞ്ഞാൽ റോയൽ അതോറിറ്റി ആൻഡ് റോയൽ ആപ്ലിക്കേഷൻ, രാജകീയമായ വാഴ്ചയ്ക്ക് ഭരിക്കുവാനായി ഏൽപ്പിക്കുന്ന ക്രൗണുകളാണ്, കിരീടങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ആ കിരീടം വെച്ചുകൊണ്ട് ടെട്രാക്കായിട്ട്, ഇടപ്രഭുക്കളായിട്ട്, ഗവർണേഴ്സായിട്ട് ഇന്ന് ഭരിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും അന്ന് ഭരിക്കും ദൈവജനം. ഹല്ലേലൂയ. വിശുദ്ധന്മാർ, ഹല്ലേലൂയ, 1000 ആണ്ട് വർഷത്തിൽ കിരീടധാരികളായി ഭരിക്കുവാൻ പോകുന്ന ഒരു കാലമുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ഈ മണ്ണെ പ്രതി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മാണിക്യത്തെ കളയാതെ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ജീവാവസാനം വരെയും പൊരുതി, ഹല്ലേലൂയ, രഗതൽ ദരബസിയ രഗ ഉടാറ ബാഷി ഖറതലറിയ, ഇന്ന് പകൽക്കാലം ആ മനോഹരമായ ദിവസത്തിൽ ആ അവാർഡ് സെറമണിയിൽ എനിക്കും പ്രതിഫലങ്ങൾ വാരി കൂട്ടണം, എനിക്കും കിരീടം ധരിക്കണം. ഒരു കൊച്ചു പ്രവിശ്യയുടെ ആണെങ്കിൽ പോലും, ഹല്ലേലൂയ, എനിക്കൊരു കിരീടം വേണമെന്ന് ആഗ്രഹമുള്ളവർ അതിനുവേണ്ടി വിശുദ്ധിയെ കാത്തു ജീവിക്കട്ടെ. ഹല്ലേലൂയ. ബാറ്റിൽ കഴിഞ്ഞതിന് ശേഷം അവാർഡ് സെറിമണി കഴിഞ്ഞിട്ട് മില്ലേനിയൽ റെയിനിങ്, 1000 ആണ്ട് വാഴ്ച, 1000 ആണ്ട്. ഞാൻ ഈ മൗണ്ട് സയോൺ, സിയോൻ കുന്നിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒന്നാമത്തെ കാര്യം,
അവിടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പാലസ് അവിടെയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കൊട്ടാരം. പ്രൈസ് ദി ലോർഡ്. അവിടെ അപ്പോയിൻമെൻ്റ് ഒന്നും വേണ്ട. ഏത് സമയത്തും കർത്താവിൻ്റെ അടുക്കൽ തൻ്റെ ഭാര്യ, തൻ്റെ മണവാട്ടിയല്ല, വിവാഹം കഴിഞ്ഞ ഭാര്യയ്ക്ക് തൻ്റെ സന്നിധിയിൽ എപ്പോഴും ചെല്ലാം. there is a chamber place for us. Praise the Lord. തൻ്റെ മണവാട്ടിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ചേംബർ പ്ലേസ് ഉണ്ട്. അത് സിയോൻ കുന്നയിൽ രാജാതി രാജാവിൻ്റെ കൊട്ടാരം. അധികം ദൂരെയല്ലാതെ അതേ സിയോൻ കുന്നിലാണ് വചനം പറഞ്ഞു വരുമ്പോൾ ഈ ആലയം സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനത്തിനെ ആരാധിക്കുവാനായി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ മനോഹരമായിട്ടുള്ള ആലയവും ദൈവം രാജാതിരാജാവാകുന്ന കർത്താവ് തൻ്റെ മണവാട്ടിയോടുകൂടെ, തൻ്റെ സഭയോടുകൂടെ, തൻ്റെ ഭാര്യയോടുകൂടെ ഈ ഭൂമിയിൽ വാഴുന്നതാകുന്ന ആ കാലഘട്ടത്തിലുള്ളതാകുന്ന ആ മനോഹര കൊട്ടാരവും സിയോൻ കുന്നിലായിരിക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ച എത്ര മനോഹരമായിട്ടുള്ളതാണ്. 12ാമതായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത് സകലതും പുതിയതായി, പുതിയ ആകാശവും പുതിയ ഭൂമിയും പുത്തൻ യെരൂശലേമും. കോടാനകോടി വർഷങ്ങളെന്ന് പറഞ്ഞത് തെറ്റാണ്. കോടാനകോടി കൊണ്ട് അളക്കുവാൻ കഴിയാത്തതിനും അപ്പുറത്തായിട്ടുള്ള ഇൻഫിനിറ്റി, ഇറ്റേണലായിട്ടുള്ള, നിത്യമായിട്ടുള്ള, ഇൻഫാലിബിളായിട്ടുള്ള വാഴ്ച പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവും തൃത്വദൈവം ഒന്നായി തീർന്നിട്ട് ഹല്ലേലൂയ അവനോടൊപ്പം നമ്മൾ വാഴുന്ന ആ മനോഹര വാഴ്ച ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തെ വിവിധ രീതികളിൽ വിശദീകരിച്ച ആ ഒരു മനോഹരമായ രംഗത്തിനകത്ത് നമുക്ക് 4 ഹല്ലേലൂയകൾ ഈ വെളിപ്പാട് പുസ്തകം 19ാം അധ്യായത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. വെളിപ്പാട് പുസ്തകം 19ാം അധ്യായം ഇന്ന് പകൽക്കാലം ദൈവം ദൈവജനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമുണ്ട്. 18ാം അധ്യായം വരെ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 18ാം അധ്യായം വരെ മഹോദ്രവം തീർന്ന് അവിടെ നിർത്തിയിരിക്കുകയാണ്. കഷ്ടം തീർന്ന, കണ്ണുനീര് മാറിയ, രോഗമില്ലാത്ത, പൈശാചിക പ്രേരണയില്ലാത്ത, പിശാചിന് വഞ്ചിക്കുവാൻ കഴിയാത്ത ഒരു അളവിലേക്ക് തൻ്റെ ജനത്തെ കൊണ്ടാക്കി ഈ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ട സഭയെ മാത്രമല്ല, ഈ ഭൂമിയിൽ കൂടെ കഷ്ടതയിൽ കൂടെ, പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയ ഒരു കൂട്ടം മഹോദ്രവത്തിൽ കൂടി കടന്ന് രക്ഷ പ്രാപിക്കുന്ന ജനത്തെയും കൂടെ ദൈവം മനസ്സിൽ കണ്ടുകൊണ്ട് 18ാം അധ്യായം കൊണ്ട് അതെല്ലാം അവിടെ തീർത്തു. 19ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നു, സ്തോത്രം ഹല്ലേലൂയ, എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഇവിടെ ഈ ചർച്ചിൽ സെൽ ഗ്രൂപ്പ് കാണാം, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന കാണാം, അല്ലെങ്കിൽ ഏരിയ പ്രയർ കാണാം, മറ്റ് പല പ്രോഗ്രാംസ് ഉണ്ട്, പല ഏരിയകളിലായിട്ട് മീറ്റിങ്ങുകളുണ്ട്. പക്ഷേ ഞായറാഴ്ച എല്ലാ ദൈവജനം കൂടെ ഒരുമിച്ച് വന്ന് ആരാധിക്കുന്നത് പോലെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. 19ാം അധ്യായത്തിൽ വരുമ്പോൾ 4 ജീവികൾ, 24 മൂപ്പന്മാർ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തട്ടഹസിക്കത്തക്ക ആത്മശബ്ദം പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന പഴയ നിയമ വിശുദ്ധന്മാരുടെ വലിയൊരു കൂട്ടം സ്തോത്രം, അതേ ഉൽപ്രാവണം പ്രാപിച്ച് പുറപ്പെട്ടു പോയ സഭയുടെ മനോഹരമായിട്ടുള്ള ശബ്ദം ദൈവത്തിന് സ്തോത്രം. മഹോദ്രവത്തിൽ കൂടെ രക്ഷ പ്രാപിച്ച രക്തസാക്ഷികളായി സ്വർഗത്തിൽ ചെന്നിട്ടുള്ളതാകുന്ന വലിയൊരു ജനത്തിന്റെ പുരുഷാര ശബ്ദം പോലെ ഉള്ളതാകുന്ന ശബ്ദം അവരെല്ലാവരും കൂടെ ചേർന്ന് ഉറക്ക പറഞ്ഞ ഒരു പദമുണ്ട്. അതാണ് 19ാം അധ്യായത്തിന്റെ 1ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തിന് സ്തോത്രം. ദയവായിട്ട് 19ാം അധ്യായത്തിന്റെ 1ാം വാക്യം വായിക്കുക. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. അവിടെ നമ്മുടെ ദൈവത്തിനെന്ന് മാത്രം മലയാളം ബൈബിളിൽ ഉള്ളപ്പോൾ, ഇഫ് യു റീഡ് ദ ഇംഗ്ലീഷ് ബൈബിൾ, ഇൻ ദ റൂട്ട് വേർഡ്സ് ഇറ്റ് സേസ് ഇറ്റ് ബിലോങ്സ് ടു ലോർഡ് അവർ ഗോഡ് എന്നാണ്. നമ്മുടെ കർത്താവായ ദൈവം എന്നുള്ളതാണ്. നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ പിതാവായ ദൈവം എന്നുള്ള അർത്ഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ, ഇവിടെ നമ്മുടെ ലോഡായിട്ടുള്ള, നമ്മളെ ഭരിക്കുന്ന, നമ്മുടെ ഭരണം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് മനുഷ്യാവതാരം എടുത്ത കർത്താവ് എന്നുള്ളൊരു പദം മലയാളം ബൈബിളിലില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ 4 ജീവികളും 24 മൂപ്പന്മാരും
പഴയ നിയമ വിശുദ്ധന്മാരും സഭയും എല്ലാം കൂടി ചേർന്നുകൊണ്ട്, ദൂതന്മാർ ചേർന്നുകൊണ്ട്, ദൂതസഞ്ചയങ്ങൾ ചേർന്നുകൊണ്ട് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അവർ അവിടെ പറഞ്ഞത് ഹല്ലേലൂയ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി എന്നാണ്. ദൈവത്തിന് സ്തുതി എന്നാണ്. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങൾ 24 പ്രാവശ്യം ദൈവത്തിന് സ്തുതി എന്നർത്ഥമുള്ള ഹല്ലേലൂയ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിലാണ് 4 ഹല്ലേലൂയകൾ കേൾക്കുവാൻ. അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിൽ 28 ഹല്ലേലൂയ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ നമ്മൾ കേൾക്കുന്ന 25ാമത്തെ ഹല്ലേലൂയയാണ്. 25ാമത്തെ ഹല്ലേലൂയ സ്വർഗത്തിൽ കേൾക്കുന്ന ഹല്ലേലൂയ ശബ്ദമാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്വർഗത്തിൽ കേട്ടതിനേക്കാളും ഭൂമിയിൽ ഇന്ന് വരെ, അതേ സ്തോത്രം, ഈ 4 ദേവാലയങ്ങൾ ഉണ്ടായതിനേക്കാളും അധികമായി കേട്ടിട്ടുള്ളതായ ശബ്ദം എന്ന് പറയുന്നത് ഹല്ലേലൂയയുടെ ശബ്ദമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഇൻട്രോഡക്ടറി റിമാർക്കാണ് ഹല്ലേലൂയ സ്തോത്രം. യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ അവർ ഷലോം എന്ന് പറയുക, സമാധാനം എന്ന് പറയുക, ദൈവത്തിന്റെ നാമത്തിൽ സമാധാനം എന്ന് പറയാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇസ്ലാമിക ആളുകൾ തമ്മിൽ കാണുമ്പോൾ ഹല്ലേലൂയ അവർ ഇസ്ലാം അലൈക്കും എന്ന് പറയാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്ലാഹുവിന്റെ നാമത്തിലുള്ള സമാധാനം എന്നവർ പറയുന്നുവെങ്കിൽ ദൈവജനം കാണുമ്പോൾ ഒരു പ്രൈസ് ദി ലോർഡ് പറഞ്ഞിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അത് പറയണം. സ്വർഗത്തിൽ പോലും അത് മാറ്റി വെച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു വിഷയം പറയുന്നതിന് മുമ്പ് അവർ പറയുകയാണ് ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയയ്ക്ക് ഒരു ശക്തിയുണ്ട്. പരാജയത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിലും ഹല്ലേലൂയ പറയുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യും. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ദൈവം ഒരു ജയത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ പോകുകയാണ്. രോഗിയായിരിക്കുമ്പോൾ ഹല്ലേലൂയ പറഞ്ഞോണം. ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുവാൻ പോകുകയാണ്. അന്തഃപുരത്തിലെ രാജകുമാരൻ നമുക്ക് വേണ്ടി നമ്മളിൽ ഒരുവനെ പോലെ ഇറങ്ങി വരുവാൻ ഒരു മടിയും കാണിക്കാതെ ഹല്ലേലൂയ പിതാവായ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താണലോകത്തിലേക്ക് മനുഷ്യവേഷം ഇറങ്ങി വന്നത് ഒറ്റ പ്രാവശ്യമല്ല. ഹല്ലേലൂയ. എവിടെ ആളുകൾ എപ്പോൾ ദൈവത്തിന് വേണ്ടി കൊതിക്കുന്നുവോ, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽക്കാലവും ചിലരെ സന്ദർശിക്കുവാനായി നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ തൊട്ട് മുമ്പിലായി നിന്റെ കണ്ണിലേക്ക് നോക്കി നിന്റെ വിഷയങ്ങളെ മനസ്സിലാക്കി ഇന്ന് പകൽക്കാലം ഒരു ഹല്ലേലൂയ പ്രതിവിധി നടത്തുവാൻ, നിനക്ക് വേണ്ടി സഹായത്തിന്റെ ഹസ്തം നീട്ടുവാൻ, ആത്മശക്തിയുടെ ഒരു അനുഭവം തരുവാൻ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ആത്മാവിലെന്ന് സ്തുതിച്ചാട്ടെ. ഒരു ഹല്ലേലൂയയുടെ ശബ്ദം ഇന്ന് പകൽക്കാലം പുറപ്പെടുവിക്കുമ്പോൾ അന്ധകാരത്തിന്റെ കെട്ടുകൾ പൊട്ടി മാറി. പവർ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയയുടെ ശക്തി ഇവിടെ ശക്തമായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ വീക്ഷിക്കുന്ന ദൈവജനത്തിന്റെ കുടുംബത്തിനകത്തേക്ക്, അവരുടെ കിടപ്പ് മുറികളിലേക്ക്, അവരുടെ വിസിറ്റിംഗ് ഹാളുകളിലേക്ക് ഈ ദൈവ ശബ്ദം ആരെല്ലാം എവിടെയെല്ലാം ശ്രവിക്കുന്നുവോ അവിടേക്ക് ഹല്ലേലൂയയുടെ ശക്തി ഇറങ്ങി വരികയാണ്. ഒന്നാമത്തെ ഹല്ലേലൂയ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ആത്മാവിൽ ആരാധിച്ച് ആനന്ദിച്ച് ആസ്വദിച്ച് അവരുടെ ഇരിപ്പിടം മറന്ന്, അവരുടെ ആ സാഹചര്യം മറന്ന് സ്വർഗം കൊടുക്കുന്ന സന്തോഷത്തെക്കാളും അധികമായിട്ട് അവർ സ്വർഗത്തിൽ ഹല്ലേലൂയ പറഞ്ഞിട്ട് പറയുകയാണ്, ഓ സകല മാനവവും സകല മഹത്വവും സകല പുകഴ്ചയും സകല അധികാരവും എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പിതാവായ ദൈവം ഒരിക്കൽ പറഞ്ഞു, നിന്റെ ശത്രുക്കളെ ഹല്ലേലൂയ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കാം എന്ന് പറഞ്ഞെങ്കിൽ എല്ലാ ശത്രു ശക്തികളെയും പരാജയപ്പെടുത്തി. ഓ ഠാന, എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം കഴിയും? ഹല്ലേലൂയ. ഒരു ദിവസം വരുവാൻ പോകുന്നു. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ആ കൂട്ടത്തിൽ കാണും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ ഹല്ലേലൂയ ദർശനത്തിൽ കൂടി അന്ന് ഇത് കണ്ടു. ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഹല്ലേലൂയ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അന്ന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവിടെ ഇല്ലായിരുന്നല്ലോ. പക്ഷേ ഹല്ലേലൂയ യോഹന്നാൻ അവിടെ കാണുമ്പോൾ യോഹന്നാനോട് ഞാൻ ഹല്ലേലൂയ സ്തോത്രം പറയും, കർത്താവേ സ്തോത്രം ഹല്ലേലൂയ 24 മൂപ്പന്മാരെയും ഈ 4 ജീവികളെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് അന്ന് കണ്ട് ആ സ്ക്രീൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കാമോ? ഹല്ലേലൂയ.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ സ്ക്രീനിനകത്ത് ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്ത ആ ദൈവം നമ്മുടെ പിക്ചറും നമ്മുടെ തലയും അവിടെ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ പറയുന്ന ആ ഗണത്തിനകത്ത് ഞാനും നിങ്ങളുമുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ ഹല്ലേലൂയ പറയുന്ന ഗണത്തിനകത്ത് സഭയുണ്ടെങ്കിൽ നമ്മളുമുണ്ട്. സഭയുണ്ടോ? നമ്മളുമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ എടുത്തു കളയുവാൻ ദുഷ്ടൻ ഒത്തിരി നോക്കിയല്ലോ. കഴിഞ്ഞ വർഷം കർത്താവിൻ്റെ അഭിഷിക്ത ദാസനെ രോഗം കൊണ്ടുവന്നിട്ട് സ്തോത്രം ഒതുക്കി കളയാമെന്ന് അവൻ വിചാരിച്ചു. പിന്നെ മനസ്സിലാക്കിയത് രോഗത്താൽ ഈ ബോഡിയെ ഒരുപക്ഷെ നിനക്ക് തൊടാമാക്കും, പക്ഷേ അവിടെയുള്ള ഒരു പൊടിയെ പോലെ നിനക്ക് തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും ശക്തമായിട്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആത്മീക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് മാത്രമല്ല, സകല വ്യക്തിയിലേക്ക് അന്നിറങ്ങി വന്ന ദൈവശക്തി, അന്നിറങ്ങി വന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവർ ഒരുമിച്ച് വിളിച്ചു പറയുകയാണ്, സ്തോത്രം, സകല മാനവും സകല മഹത്വവും സകല പുകഴ്ചയും സകല അധികാരവും നമ്മുടെ കർത്താവാം ദൈവത്തിന്. അതുകൊണ്ട് നിർത്തിയില്ല. സ്തോത്രം. അവർ രണ്ടാമത് ഓരോ ഹല്ലേലൂയയുടെ ഉറക്കത്തിൽ പറഞ്ഞു. ഉറക്കെ പറഞ്ഞത് ഉറക്കത്തിലല്ല, ഉറക്കെ പറഞ്ഞു. സ്തോത്രം. അതാണ് മൂന്നാമത്തെ വാക്യത്തിനകത്ത്. വായിക്കുക മൂന്നാമത്തെ വാക്യം. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആരാണ് അവൾ എന്ന് പറയുന്നത്? ദൈവജനത്തെ വശീകരിച്ച് വേശ്യാവർത്തി ചെയ്തുകൊണ്ടിരുന്ന മർമ്മം മഹതിയാം ബാബിലോൺ എന്ന് പറയുന്ന ആ വേശ്യാ സ്ത്രീ. സ്തോത്രം. ആ സ്ത്രീയെ പറ്റിയൊക്കെ പഠിക്കണമെങ്കിൽ മണിക്കൂറുകൾ എടുത്ത് വചനം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരു അംശമെങ്കിലും മനസ്സിലാക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ സ്ത്രീ അവസാന കാലത്ത് പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നത് കടലിൽ നിന്നുമായിരിക്കും, വെള്ളത്തിൽ നിന്നുമായിരിക്കും. കാലഘട്ടത്തിൽ ഇതുവരെ മനസ്സിലാക്കാത്ത പൊരുളുകൾ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്ക്, വിശേഷിച്ച് ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ അഭിഷക്തനും അതുപോലെ തന്നോടൊപ്പം നിൽക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർക്കും ദൈവം മറ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവ് ഈ ദൂത് 1-2-3 ആഴ്ചകൾക്ക് മുമ്പ് ഈ മറീൻ സ്പിരിറ്റ് എന്ന് പറയുന്ന കടലിൽ നിന്ന് ഇറങ്ങി വരുന്ന അഗാധകൂപം തുറന്നു. അവസാന കാലത്ത് അഗാധകൂപം തുറക്കും. ഇയ്യോബിന്റെ പുസ്തകത്തിൽ അതിനെപ്പറ്റി വിശദീകരിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ സ്തോത്രം, അതേ പെരുവെള്ളത്തിൽ നിന്നും കയറി വരുന്ന, വെള്ളത്തിൽ നിന്നും കയറി വരുന്ന മറ്റൊരു മൃഗത്തെ ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വരെ വെള്ളത്തിൽ നിന്നും കയറി വന്നിട്ടില്ലാത്ത ഒരു മൃഗം ഇനിയും കയറി വരും. രണ്ടർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, വചനം പറയുന്നു വെള്ളം എന്ന് പറയുന്നത് പുരുഷാരമാണ്, ജനമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അക്ഷരാർത്ഥത്തിൽ മറ്റൊരർത്ഥവും കൊണ്ട് സ്തോത്രം, ഈ ഭൂമിയുടെ 71% വെള്ളത്താൽ നിറഞ്ഞു കിടക്കുകയാണ്. 29% മാത്രമേ ഉള്ളൂ കര. നമ്മൾ പാർക്കുന്ന ഈ ഭൂഖണ്ഡങ്ങൾ, ഓസ്ട്രേലിയ ആയാലും ആഫ്രിക്ക ആയാലും നോർത്ത് അമേരിക്കയോ സൗത്ത് അമേരിക്കയോ ഏഷ്യയോ യൂറോപ്പോ ഏതായിരുന്നാലും ഇതിലെല്ലാം കൂടി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്ന 29% മാത്രമേ ഉള്ളൂ കര. ഈ ഭൂമിയുടെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നോർത്തായിരിക്കുന്ന കാനഡയുടെ അങ്ങേ അറ്റം തൊട്ട് ന്യൂ ഫൗണ്ട് ലാൻഡ് വരെ ഉള്ള ദൈർഘ്യം എന്ന് പറയുന്നത് ഏതാണ്ട് 1300 ചില്ലുവാനം മൈലുകളേ ഉള്ളൂ. 14,000 മൈലുകൾ വരെ ഇല്ല. അത്രത്തോളം ഇല്ലാത്ത ഈ 14,000 മൈൽ മാത്രമാണ് ഈ ഭൂമിയുടെ സ്തോത്രം വ്യാപ്തിയെങ്കിൽ. ഇത് കാരണം ഉരുണ്ടതായിരിക്കുന്നത് കൊണ്ട് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും എല്ലാം ഒരേ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയെങ്കിൽ ഈ വട്ടത്തിൽ ബോൾ പോലെ കിടക്കുന്നതിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 14,000 മൈൽ നീളമേ ഉള്ളൂ. ഇത് ഗോളമായിരിക്കുന്നതുകൊണ്ട് താഴോട്ടും മുകളിലോട്ടും അത്ര മാത്രമേ ഈ ഭൂമിയുടെ വിസ്തീർണമുള്ളൂ. അത്രയുമുള്ളൊരു ഭൂമിക്കകത്ത് 29% മാത്രമേ കരയായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 71% വെള്ളമാണ്.
വെളിപ്പാട് പുസ്തകം ശരിയായിട്ട് പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്ന 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മീഖായേൽ ഇറങ്ങി വന്നു, യുദ്ധം നടത്തി. വാക്യം വായിച്ചാട്ടെ, 12 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. മതി നോക്കുക, ഇപ്പോൾ പൈശാചിക തൃത്വത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ മനുഷ്യർ കാണത്തക്ക രീതിയിൽ പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന രാജകീയ വാഴ്ച നടക്കുന്നത് അന്തരീക്ഷത്തിലാണ്. അതിന് ഇവിടെ സ്വർഗം എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിലും ഇംഗ്ലീഷ് ബൈബിളിലും മൂലഭാഷയിലും അവിടെ സ്കൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആകാശത്തിലാണ് അവൻ്റെ 4 രീതിയിലുള്ളതാകുന്ന ശക്തികളുടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പ്രിൻസിപ്പാലിറ്റീസ് എന്ന് പറയുന്നു. പ്രിൻസിപ്പാലിറ്റീസ് എന്താണ്? പ്രിൻസിപ്പാലിറ്റീസ് എന്ന് പറഞ്ഞാൽ, അപ്പാലിറ്റീസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരം എന്നാണ്. പാലസ് എന്നുള്ള അർത്ഥമാണ് അപ്പാലിറ്റീസ്. പാലറ്റ് എന്ന് പറഞ്ഞാൽ പാലസ് അഥവാ കൊട്ടാരം. പ്രിൻസ് എന്ന് പറഞ്ഞാൽ പ്രഭു എന്നാണ്. അതുകൊണ്ട് ആണെങ്കിൽ അവന് ഒരു കൊട്ടാരമുണ്ട്, അദൃശ്യമായ അവൻ്റെ ആ കൊട്ടാരം. ഹല്ലേലൂയ. അതെങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? ഓരോ രാജ്യത്തിനും ഒരു പ്രത്യേക മേലധികാരി. സ്തോത്രം. അതുകൊണ്ടാണ് ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, പാർസി അഥവാ ഇറാന്റെ പ്രഭുവായിരിക്കുന്ന ആ പാർസി പ്രഭു ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം അയച്ചിട്ട് ദാനിയേലിന്റെ അടുക്കൽ വരാതെ അത് അവിടെ അവൻ തടഞ്ഞു വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പ്രധാനദൂതനായ മീഖായേൽ ഇറങ്ങി വന്ന് പാർസി പ്രഭുവിന്റെ ദൂതനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ ആ പ്രാർത്ഥനയുടെ മറുപടി ദാനിയേലിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് പോകുകയാണെന്ന്. അങ്ങനെയെങ്കിൽ ഈ ഒന്നാമത്തത് പ്രിൻസ് അപ്പാലിറ്റീസ്, ഓരോ രാജ്യത്തിനു വേണ്ടി വെച്ചിരിക്കുന്ന ശക്തികൾ. അതിൽ നിന്നുമാണ് പവേഴ്സ് വരുന്നത്. ശക്തികൾ എന്ന് പറയുന്നത്, പവർ എന്ന് പറഞ്ഞാൽ അതിന് 2 രീതിയിലുള്ള അർത്ഥമാണുള്ളത്. ഒന്ന് എക്സോസിയ എന്ന് പറയും. എക്സോസിയ എന്ന് പറഞ്ഞാൽ പദവി എന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. അർഹത എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന നമുക്ക് അവന്റെ മക്കളായി തീരുവാൻ അവൻ നമുക്ക് എന്തോ തന്നു? എക്സോസിയ തന്നു, പദവി തന്നിരിക്കുന്നു, അധികാരം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തേതാണ് ഡൂനോമിസ് എന്ന് പറയുന്നത്, എബിലിറ്റി എന്നാണ്. അതിന് ശക്തി കൊടുക്കുക, ബലം കൊടുക്കുക, പ്രേരിപ്പിക്കുക. അതാണെന്ന് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാപത്തിന്റെ വാഴ്ചയ്ക്ക് വേണ്ടി എബിലിറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാപം പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻഷ്യൽ പവർ, അതോറിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തേതാണ് ശക്തികൾ. അത് ആ ശക്തികൾ ഓരോ വില്ലേജിനും ഓരോ ടൗണിനും, സ്തോത്രം ഹല്ലേലൂയ, ഓരോ സിറ്റിക്കും ഓരോ കൊട്ടാരത്തിനും ഓരോ ഭവനത്തിനും പ്രിൻസിപ്പാലിറ്റി, അതോറിറ്റിയിലേക്കും, സ്വതന്ത്രം അല്ലെ, ശക്തികളിലേക്കും, വാഴ്ചകൾ, അത് അന്ധകാരത്തിന്റെ അധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡീമാനിക് കിങ്ഡമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അന്ധകാരത്തിന്റെ അധിപതികൾ നമ്മുടെ മനസ്സിനെ അന്ധകാരമാക്കുന്ന, നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിക്കാതിരിക്കുവാൻ പ്രവർത്തിക്കുന്ന ശക്തികളാണ്. എന്നാൽ അറിയായ്മകളുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിച്ചിരിക്കുന്നതിന്റെ കാരണം ഈ ലോകത്തിന്റെ പ്രഭു ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുവാൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഡാർക്ക്നെസ്സിലേക്ക്, അന്ധകാരത്തിലേക്ക്. അന്ധകാരത്തിന്റെ പ്രഭുവാണ് അവൻ. ഇരുട്ടിലേക്ക് കൊണ്ടുവന്ന് ഇരുട്ടിന്റെ പ്രവർത്തികളെ ചെയ്യുവാൻ വന്നിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്നു, ഇരുട്ടിന്റെ പ്രവർത്തികളെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ വെളിപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്തതാണ് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ. സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ എന്ന് പറഞ്ഞാൽ സ്വർലോകത്തിൽ ഉണ്ടായിരുന്ന ദുഷ്ടാത്മസേനകൾ, ദ ഫാളൻ ഏഞ്ചൽസ്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിൻസിപ്പാലിറ്റീസിന്റെ ഭാഗമായി അവസാനത്തിൽ വന്നു ചേരുന്നത് ഈ സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ദുഷ്ടാത്മസേനകൾ. അതിൽ ഒരു നല്ല കൂട്ടത്തെ അഗാധ കൂപത്തിൽ പിടിച്ചു കെട്ടിയിരിക്കുന്നത് യൂദായുടെ ലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ തക്കോണം കഴിയും. എങ്കിലും എല്ലാത്തിനെയും പിടിച്ചു കെട്ടിയിട്ടില്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. സ്വർലോകത്തിൽ ഉണ്ടായിരുന്ന ദുഷ്ടാത്മസേനകൾ അനേകരിൽ ദുരാത്മശക്തികളായി, അശുദ്ധാത്മശക്തികളായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് ആരാധനയിൽ പോലും കയറിക്കൂടുവാൻ സാധ്യതയുള്ള ആ അന്ധകാര ശക്തികളായി നിൽക്കുമ്പോൾ അതിനെ മീഖായേൽ വന്നിട്ട് വെട്ടി ആ സ്വർഗത്തിൽ അല്ലെങ്കിൽ ആകാശത്തിൽ പിന്നെ അതിന് സ്ഥാനം കാണുവാൻ കഴിയാത്ത രീതിയിൽ മഹോദ്രവകാലത്തിന്റെ അവസാന സമയമാകുമ്പോൾ താഴേക്ക് ഇറക്കും. അപ്പോൾ ആകാശം ശുദ്ധീകരിക്കപ്പെടും.
പ്രൈസ് ദി ലോർഡ്. ആകാശം ശുദ്ധീകരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, സന്തോഷ വാർത്ത എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കർത്താവ് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, പാമ്പുകളെയും തേളുകളെയും, ഹല്ലേലൂയ, ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനായിട്ടുള്ള അധികാരം ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ 2000 വർഷങ്ങൾ കൊണ്ട് ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികളെ ഓരോന്നോരായി തച്ചുടച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ബേഥേൽ അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച് ഈ രീതിയിൽ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, ഈ ദേശത്ത് ബേഥൽ, ഈ ബാംഗ്ലൂർ പ്രദേശത്ത് അതുപോലെയുള്ള അഭിഷിക്തന്മാർ ആരാധിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ദൈവജനത്തിൻ്റെ ഒരു കൂട്ടായ്മ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ ഇരുളുകൊണ്ട്, പൈശാചിക ശക്തികൾ കൊണ്ട് മൂടിപ്പോയനേമായിരുന്നു. പക്ഷേ വെട്ടി 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 ഹല്ലേലൂയ താഴ്ത്തി കളഞ്ഞ്, ഹല്ലേലൂയ, സ്തോത്രം, ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്ന ഒരു തോറ്റ കൂട്ടത്തിൻ്റെ, ഹല്ലേലൂയ, മുമ്പിൽ തല ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഭൂമിയിൽ ഉള്ളതാകുന്ന യുദ്ധം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അത് അവസാനം തീർന്നത് മഹോദ്രവത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടും തീർന്നില്ല. സ്തോത്രം. വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും കയറി വരുന്നൊരു ശക്തി, അത് പല കാലഘട്ടത്തിലും പ്രവർത്തിച്ചിരുന്നു. ദാഗോന്റെ ക്ഷേത്രത്തിൽ പെട്ടകം കൊണ്ടുവച്ചു. എന്താണ് ദാഗോൻ? ദാഗോൻ എന്നത് ഡ്രാഗൻ എന്നുള്ളതിൻ്റെ ഒരു ലെറ്റർ പൈശാചിക തന്ത്രപൂരം എടുത്തു മാറ്റി. ഡ്രാഗൻ എന്നുള്ളതിൻ്റെ ആർ എന്നുള്ള ലെറ്റർ എടുത്തു മാറ്റിയാൽ ഡാഗോൻ എന്ന് വരും. ദാഗോൻ എന്ന് പറഞ്ഞാൽ അത് മത്സ്യകന്യക എന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. മെർമെയ്ഡ്, പകുതി മനുഷ്യനും പകുതി മത്സ്യവുമായിട്ടുള്ള രൂപം. അന്ന് ദാഗോന്റെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ആ രൂപം അതായിരുന്നു. യഹോവയുടെ പെട്ടകം അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ പ്രഭാതത്തിൽ വന്ന് നോക്കി, പൂജ നടത്തുവാൻ വന്ന ജനത്തിന് കാണുവാൻ തക്കോണം കഴിയുന്നത് കൈയും തലയും നിലത്ത് ഒടിഞ്ഞു വീണ് പൊട്ടി ചിതറിക്കിടക്കുന്ന ആ ഒരു ദൃശ്യമാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവജനമേ, ഹല്ലേലൂയ, വർഷങ്ങളായി ഈ അതേസത്രം മറീൻ സ്പിരിറ്റുകൾ, കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിൻ്റെ ശക്തികൾ അദൃശ്യമായ രീതിയിൽ ഒളിച്ചും പാത്തും പലയിടങ്ങളിലായി വിഗ്രഹ രൂപങ്ങളിൽ കൂടെ, സ്തോത്രം, മാനുഷിക ശക്തികളിൽ കൂടെ, ആൾ ദൈവങ്ങളിൽ കൂടിയൊക്കെ വെളിപ്പെട്ടു വന്നെങ്കിലും അതൊന്നും സഭയെ തൊടുവാൻ കഴിഞ്ഞിട്ടില്ല. സഭയെ തൊടത്തുമില്ല. നമുക്ക് തന്നിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് അത്യന്ത ശക്തിയാണ്. ഹല്ലേലൂയ. എല്ലാ മറീൻ സ്പിരിറ്റുകളെയും ഇന്ന് പകൽക്കാലം ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വാട്ടർ ഗോഡ്സുകളുടെ അന്ധകാര ശക്തികളെ ശാസിക്കുന്നു, ഫൽസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പോൾ ഇവിടെ പറയുകയാണ്, തൻ്റെ ജനത്തെ വേശ്യാവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ഈ മർമ്മം മഹതിയാം ബാബിലോൺ എന്ന് പറയുന്ന ഈ വെള്ളത്തിൽ നിന്ന് കയറി വന്ന ഈ മൃഗത്തിൻ്റെ ശക്തിയെ, സ്തോത്രം, അതിനെ തോൽപ്പിച്ചു പറയുകയാണ്. സ്തോത്രം. എൻ്റെ കർത്താവും ദൈവവുമായവൻ യോഗ്യനാണ് സകല മഹത്വത്തിനും, സകല പുകഴ്ചയ്ക്കും, സകല അധികാരത്തിനും, സകല ശക്തിക്കും നമ്മുടെ കർത്താവ് യോഗ്യൻ എന്ന് അവർ രണ്ടാമത് ഹല്ലേലൂയ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ഹല്ലേലൂയ 4-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണു നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, മൂന്നാമത്തെ ഹല്ലേലൂയ എന്ന് പറയുന്നത് 24 മൂപ്പന്മാരും 4 ജീവികളും അവരുടെ കിരീടങ്ങളെ താഴ്ത്തി വിട്ടിട്ട് പിതാവായ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. പിതാവായ ദൈവത്തിന് മുമ്പിൽ അവർ നെടുമ്പാട് വീണ് അവർ നമസ്കരിക്കുന്നു ദൈവത്തിന്. സ്തോത്രം. പക്ഷേ അവർ അവിടെ വെച്ച് പറയുന്നൊരു പദമാണ്, മറ്റൊന്നും പറയുന്നില്ല. ആമേൻ എന്ന് ആദ്യമായിട്ട് പറഞ്ഞു. ആമേൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? സ്തോത്രമല്ല, എബ്രായ ഭാഷയിലെ 4 അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താണ് ആമേൻ എന്നുള്ളൊരു പദം ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ അലീഫ് എന്ന് പറഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ, അലീഫ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ, ഓൾ മൈറ്റി സോവറിൻ ഗോഡ് എന്നുള്ള അർത്ഥമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. സോവറിൻ ഗോഡ്, ഓൾ മൈറ്റി ഗോഡ്, സർവശക്തൻ എന്നുള്ളതാണ് അലീഫ് എന്നുള്ളതിന് അതിൻ്റെ പ്രതിനിധ്യം കൊടുക്കുന്ന ലെറ്ററായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട്, എം എന്ന് പറഞ്ഞാൽ മേലഹ് എന്നാണ് അതിൻ്റെ അർത്ഥം. മേലഹ് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നുള്ള ആ പദത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ്. അതെ, മേലഹ് എന്നതിന് എം, ദൈവത്തിന് സ്തോത്രം. ഇ എന്ന് പറഞ്ഞാൽ എസ് എന്നുള്ള ഇസ് എന്നുള്ളതിൻ്റെ ആകുന്നു എന്നുള്ള അർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം. എൻ എന്ന് പറഞ്ഞാൽ നെഹ്മ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ AMEN എന്ന് പറയുന്ന ആമേൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർവശക്തനായ രാജാവ് വിശ്വസ്തനാകുന്നു, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ പറയുന്ന ദൈവജനം പറയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ച, ഞാൻ ദൈവസന്നിധിയിൽ അർപ്പിച്ച ആ പെറ്റീഷനുകൾ, ഹല്ലേലൂയ, ഹർജികളെല്ലാം അതുപോലെ ഞാൻ വിചാരിക്കുന്നതിനേക്കാളും ഞാൻ ചിന്തിക്കുന്നതിനേക്കാളും ഉത്തമമായ രീതിയിൽ എനിക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന സർവശക്തനായ രാജാവാകുന്ന ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അവർ പറയുന്നു ആമേൻ. ആമേൻ എന്ന് പറഞ്ഞതിന് മറ്റു ഭയങ്കര അർത്ഥമുണ്ട്. ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ തക്കോണം കഴിയുന്നു, ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തിലേക്ക് എത്തി. യോശുവയുടെ നേതൃത്വത്തിൽ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. 12 ഗോത്രത്തിൽ 6 ഗോത്രത്തെ അവിടെയും 6 ഗോത്രത്തെയും ഇവിടെയായിട്ട് തിരിച്ചിട്ട് 6 ഗോത്ര തലവന്മാരെ ഒരു മലയിൽ നിർത്തി, 6 ഗോത്ര തലവന്മാരെ മറ്റൊരു മലയിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് ആമേൻ എന്ന് പറയുക മാത്രം. അതിനുശേഷം ഗോത്ര തലവന്മാരോട് പറഞ്ഞു, ഒരു മലയിലുള്ളവരോട് പറഞ്ഞു, ഞങ്ങൾ അനുഗ്രഹം എന്ന് പറയുവാൻ പോകുകയാണ്. 28-ാം അധ്യായം, ആവർത്തന പുസ്തകം 28-ാം അധ്യായം വരുമ്പോൾ ആ അനുഗ്രഹ പ്രാർത്ഥന അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. 27-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ ശാപവാക്കുകൾ, ദൈവത്തിൻ്റെ ശാപങ്ങൾ അവിടെ കൊടുത്തു. ആ ശാപങ്ങളെല്ലാം ഹല്ലേ ആമേൻ എന്ന് പറഞ്ഞ് ആ സ്തോത്രം വലിയ ഗോത്രത്തിൻ്റെ തലവന്മാർ പറയും. ഇത് പറയുന്നത് ആരാണ്? ലേവി ഗോത്രക്കാരാണ്. ലേവി ഗോത്രക്കാർ ശാപങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഗോത്ര തലവന്മാർ 6 പേർ അവർ പറയും ആമേൻ, ഈ ശാപങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു, ഞങ്ങളുടെ മേൽ വരുന്നു കൊള്ളട്ടെ, ദൈവത്തിന് സ്തോത്രം. 613 ന്യായപ്രമാണങ്ങളാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ തക്കോണം കഴിയുന്നത്. 245 എണ്ണം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യണമെന്നുള്ള കൽപ്പനകളാണ്. 365 എണ്ണം എന്ന് പറയുന്നത് പ്രോഹിബിഷൻസ് ആണ്, നമ്മൾ ചെയ്തുകൂടാത്ത കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ 365 അരുതേ 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 എന്ന് പറയുന്ന വാണിങ്ങിൻ്റെ കൽപ്പനകളും അതുപോലെ തന്നെ 247 എണ്ണം ചെയ്യണമെന്ന് പറയുന്ന കൽപ്പനകൾ കൂടി ചേർത്ത് 613 ന്യായപ്രമാണങ്ങളെ കൊണ്ട് കൊത്തിണർക്കിയിട്ടുള്ള ഈ അനുഗ്രഹ ശാപവാക്കുകൾ, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ, അത് ന്യായമായ നീതിയുടെ അത് നിയമമായിട്ട്, പഴയ നിയമമായിട്ട്, ന്യായ പ്രമാണങ്ങളായിട്ട്, മനുഷ്യർക്ക് ന്യായം വിധിക്കുവാൻ കഴിയുന്ന നിയമമായിട്ട് പുറത്തു വരുന്നത് ഈ നിൽക്കുന്നവർ ആമേൻ എന്ന് പറയുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്വർഗത്തിൽ ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഹല്ലേലൂയ എന്നിവർ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. 4ാമത്തെ ഹല്ലേലൂയയോടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് 2-3 മിനിറ്റിനകം നിർത്താം. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകത്തെ 55 മിനിറ്റ് കൊണ്ട് ഒതുക്കാൻ പറ്റത്തില്ലല്ലോ, എങ്കിലും ഞാൻ പെട്ടെന്ന് നിർത്താം. 4ാമത്തെ ഹല്ലേലൂയയും കൂടെ, അതെ 6ാമത്തെ വാക്യം വായിക്കുക. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചാട്ടെ. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. അതിൻ്റെ 5 തൊട്ടുള്ള വാക്യങ്ങൾ ചേർത്തുമായിട്ട് 5 വാക്യങ്ങൾ. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം എന്ന് പറയുന്നത്, സിംഹാസനത്തിൽ വേറെ ആരും ഇരിക്കത്തില്ല, രാജാവായ പിതാവായ ദൈവമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിതാവായ ദൈവം ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. എന്താണ് ആ ശബ്ദം?
5-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ അഥവാ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറഞ്ഞു. കേൾക്കണേ, ഇതാ വളരെ പ്രധാനപ്പെട്ട വിഷയം. ഹല്ലേലൂയ സിംഹാസനത്തിൽ എന്ന് പറഞ്ഞിട്ട് പിതാവായ ദൈവം എഴുന്നേറ്റിട്ട് പുത്രൻ തമ്പുരാനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പിതാവ് ചെയ്യുന്ന പട്ടാഭിഷേകമാണ് ഇവിടെ കാണുന്നത്. സ്തോത്രം. സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെയും തകർത്ത ഇടിമുഴക്ക പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് എന്ത് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ഓ പിതാവായ ദൈവം രാജാതി രാജാവായി സ്തോത്രം അന്ന് ഹല്ലേലൂയ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തുവിന് ചെറിയവരുടെയും വലിയവരുടെയും സകല ഭക്തന്മാരുടെയും സകല ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വിളിച്ചു ധരിച്ച പഴയ നിയമ ഭക്തന്മാരെയും പുതിയ നിയമ ഭക്തന്മാരെയും ഒരുമിച്ച് കൂട്ടി പട്ടാഭിഷേകം ചെയ്യുകയാണ്. നമ്മുടെ ദൈവമായ കർത്താവ് ഇപ്പോൾ രാജ്യത്വം ഏറ്റിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ബുദ്ധി എന്താ ബുദ്ധിയാ? ഈ ഈ പട്ടാഭിഷേകം കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. 7-ാം വാക്യം വായിച്ചോട്ടെ. 7-ാം വാക്യം. അപ്പോൾ രാജാവായിട്ട് അഭിഷേകം ഏറ്റിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 7-ാം വാക്യം, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അത് കഴിഞ്ഞിട്ടാണ് തൻ്റെ കുഞ്ഞാടിന്റെ കല്യാണം. ഓ, രാജാവായി കഴിഞ്ഞിട്ട് പറയുകയാണ്, ക്ഷണിക്കപ്പെട്ടവരെല്ലാം ഭാഗ്യവാന്മാർ. ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളില്ല. മണവാട്ടി ആരെങ്കിലും ക്ഷണിക്കുമോ? അല്ല, മണവാട്ടി എന്തോ ചെയ്യുന്നത്? ക്ഷണിക്കുക. മണവാട്ടി ആരെങ്കിലും ക്ഷണിക്കണോ? വേണ്ട. നമ്മളെ ആരും ക്ഷണിക്കണ്ട. നമ്മൾ ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല, വിവാഹം കഴിക്കാൻ പോകുന്ന സ്തോത്രം ഒരുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ദൈവത്തിന് സ്തോത്രം. ആരാണ് ക്ഷണിക്കപ്പെട്ടവർ? പഴയ നിയമ ഭക്തന്മാർ. വേദപുസ്തകം വായിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, രക്തം ധരിച്ച വലിയൊരു കൂട്ടം ആളുകൾ സിംഹാസനത്തിന് കീഴെ ഇരുന്ന് കരയുന്നു. അവരോട് ചോദിച്ചു യോഹന്നാൻ, ഇവരാരാണ്? അവിടെ വെച്ചാണ് പറയുന്ന സ്തോത്രം, ഇവരാണ് രക്തസാക്ഷികളായി മരണമേറ്റ് കയറി വന്ന ആളുകൾ. അപ്പോൾ മഹോദ്രവ കാലത്ത് രക്തസാക്ഷികളായിട്ട് വന്നവരും ക്ഷണിക്കപ്പെട്ടവരാ, പക്ഷേ കല്യാണ സഭയ്ക്കകത്തുള്ളവരല്ല. അപ്പോൾ നമ്മുടെ കല്യാണം അവിടെ വെച്ച് നടക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ആ മനോഹര വിവാഹം, തൻ്റെ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അവരുടെ മുൻപിൽ വെച്ച് ഏദേൻ തോട്ടത്തിൽ ആദം ഹവ്വമാരെ ഒന്നാക്കിയ പിതാവായ ദൈവം ഹല്ലേലൂയ അന്ന് ദൃശ്യമായ ഒരു ശുശ്രൂഷ ചെയ്തെങ്കിൽ അന്ന് സകലരുടെ മുൻപിൽ വെച്ച് പറയും, നീ ഇനി അന്യയല്ല, നീ പൗരോഹിത്യത്തിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേൽ പൗരോഹിത്യത്തിന് അർഹതയില്ലാത്തവരായിരുന്നിരിക്കാം, ഹല്ലേലൂയ പാളയത്തിന് പുറത്ത് എണ്ണപ്പെട്ടവരായിരിക്കാം. എന്നാൽ പുതിയ നിയമ ഇസ്രായേലായി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത് കൊണ്ട് പഴയ നിയമ ഇസ്രായേലിന് ലഭിക്കാത്തതിനേക്കാളും മനോഹരമായിട്ടുള്ളൊരു ശ്രേഷ്ഠ പദവി ഞാൻ നിനക്ക് തന്ന് ഞാൻ നിന്നെ മണവാട്ടിയാക്കിയിരിക്കുന്നുവെങ്കിലും ഇന്ന് നിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ആ വിവാഹം കഴിഞ്ഞിട്ടാണ് വെള്ളക്കുതിര കൊടുക്കും. പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ വെള്ളക്കുതിരപ്പുറത്ത്, തന്നോടൊപ്പം തൻ്റെ മണവാട്ടി സഭ വെള്ളക്കുതിരപ്പുറത്ത് താഴോട്ടിറങ്ങി വരും. അപ്പോൾ ദൂതന്മാർ അവിടെ നിന്ന് പറയും, സ്തോത്രം ഹല്ലേലൂയ, എന്താണ്? ആകാശത്തിൽ പറക്കുന്ന പറവകളെല്ലാം കൂടെ വന്ന് അതേ സ്തോത്രം ബാബിലോണിലേക്ക് വരിക. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. മർമ്മം മഹതിയാം ബാബിലോണിൽ ആള് കത്തിക്കൊണ്ടിരിക്കുന്നതാകുന്ന ആ തീക്കകത്ത് സ്തോത്രം ഹല്ലേലൂയ ചുട്ട് ഉരുകിക്കൊണ്ടിരിക്കുന്നതാകുന്ന ആ 666 ധരിച്ച ആളുകളുടെ മാംസം ഭക്ഷിക്കുന്നതിന് വേണ്ടി, ഹർമഗദോൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആ ജനത്തിൻ്റെ മാംസം ഭക്ഷിക്കേണ്ടതിന് വേണ്ടി സർവ്വ പറവകളെയും ദൈവം വിളിച്ചു വരുത്തും. ദൈവത്തിന് സ്തോത്രം. അന്ന് നമ്മൾ കുഞ്ഞാടിനോട് കൂടെ സ്തോത്രം ഹല്ലേലൂയ കിരീടധാരികളായിട്ട് ഹല്ലേലൂയ പ്രതിഫലം ഏറ്റുവാങ്ങിയവരായിട്ട് 1000 ആണ്ട് വാഴ്ച ആരംഭിക്കും. എത്ര മനോഹരമായ ദിവസം, എത്ര മനോഹരമായ സന്ദർഭം. ഇത് പാഴാക്കി കളയരുത്. ചങ്ക് പൊട്ടി ഞാൻ വിളിച്ചു പറയുന്നു, ഈ അവസരം പാഴാക്കി കളയരുത്. ഇതിനു വേണ്ടി പ്രാണത്യാഗത്തോളം പോരാടണം. ഇതിനു വേണ്ടി മാത്രം ജീവിക്കണം. ഈ പകലുള്ളിടത്തോളം നമ്മെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യണം. ലജ്ജിക്കാത്ത സാക്ഷികളായി കർത്താവിന് വേണ്ടി സത്യസുവിശേഷം വിളിച്ചു പറയണം. എതിർപ്പുകളുടെ മധ്യത്തിൽ
സ്തോത്രം. ഹല്ലേലൂയ. ശക്തമായി നിൽക്കണം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ശബാര തുനാരി ഖിൽദര ബസിയാര ബട്ടന അഡബാ രബത്തുനാരി ഗദലരി. ഈ ഹോളിൻ്റെ ഏറ്റവും ബാക്കിൽ നിന്ന് ഫ്രണ്ട് വരെയും ഇടത്തു നിന്ന് വലത്തോട്ട് മുകളിൽ നിന്ന് താഴെ വരെയും അദൃശ്യനായ ദൈവത്തിൻ്റെ അദൃശ്യ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരികയാണ്. ആലയത്തെ പുക കൊണ്ട് നിറച്ചതുപോലെ ഇന്ന് പകൽക്കാലം ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാത്ത ആ ബാലിക മുറിയിൽ നാവെന്ന നിലയിൽ ഓരോരുത്തരുടെ മേലും പതിച്ചതായ ദൈവത്തിൻ്റെ ആളത്തെ ശക്തി ഇറങ്ങി വരട്ടെ. തീയിൽ ഇന്ന് പകൽക്കാലം ന്യായവിധിയുടെ ഉപ്പിലിടുന്നതല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്ന ദൈവിക ശക്തി ഓരോരുത്തരുടെ മേലും ശക്തമായി കടന്നു വരട്ടെ. Precious Heavenly Father, I come to you this morning time. Thank you, Master, for ministering to us. Lord, we humble before you, Lord God. ഇന്ന് പകൽക്കാലം കർത്താവേ, അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ നഗ്നരായി കടന്നു വരുന്നു. ആത്മീകമായി കർത്താവെ ഞങ്ങളെ ഒന്നുകൂടെ ശോധന ചെയ്യണമേ. ഒന്നും മറവായിട്ടിരിക്കരുതേ കർത്താവെ. അങ്ങ് വരുന്നത് ശുഭ്രവും ശുഭവുമായ വസ്ത്രം ധരിക്കുവാൻ തന്നെത്താൻ ഒരുക്കി നീതിപ്രവർത്തികളെ കൊണ്ട് രക്ഷാവസ്ത്രം ധരിച്ചവരായി യോഗ്യരെന്ന് എണ്ണപ്പെട്ടവരുടെ കൂട്ടത്തിൽ കാണുന്നവരായി വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്ത ദാസനായി പാസ്റ്റർ സുനിലിനായി, തൻ്റെ കുടുംബത്തിനായി, തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷാവൃത്തത്തിനായി, ഈ സഭയിൽ ആരാധിക്കുന്ന എല്ലാ ആത്മീക കുടുംബത്തിനായി അടിയൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീക അനുഗ്രഹങ്ങളാലും എല്ലാവിധം ദൈവികമായിട്ടുള്ള മിറക്കിൾസിനാലും ഈ സഭയെ നിറച്ച് തുടർന്നും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കും. പ്രാർത്ഥന കേൾക്കണമേ പിതാവേ.